നമസ്കാരം. CPMന്റെ പാർട്ടി ചാനലായ കൈരളി ചാനൽ അടച്ചുപൂട്ടാൻ പോകുകയാണോ എന്നൊരു സംശയമുണ്ട്. വ്യക്തമായ തെളിവൊന്നുമില്ല എങ്കിലും പക്ഷെ ചില സംശയങ്ങളാണ് അങ്ങനെ ഒരു ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം CPMന്റെ പാർട്ടി ചാനലാണ് കൈരളി ചാനൽ. പക്ഷെ ആ ചാനലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാതെ നിലവിൽ ലക്ഷങ്ങൾ മുടക്കി അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുകയാണ്. കൂടാതെ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൈരളി ചാനലിൽ നിന്നും കൂട്ടത്തോടെ വൻ ശമ്പളത്തിൽ മാധ്യമപ്രവർത്തകർ പാർട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ചേക്കേറാൻ തുടങ്ങുകയാണ്. കൂടാതെ ഈ യൂട്യൂബ് ചാനൽ നിയന്ത്രിക്കുക നികേഷ് കുമാറും ജോൺ ബ്രിട്ടാസുമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ വൻ നിക്ഷേപകരെ പാർട്ടി ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങുന്നുണ്ട്. കാരണം സാങ്കേതിക മേഖല വളർന്ന പശ്ചാത്തലത്തിൽ TV-യിൽ വാർത്ത കാണുന്നത് ജനങ്ങൾ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ വാർത്ത കാണുന്നത് കുറയുകയാണ്. അവർ നേരെ സമൂഹ മാധ്യമങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് യൂട്യൂബ് വാർത്തകൾ തുടങ്ങി കൂടാതെ OTT അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമിലടക്കം എത്തിക്കാൻ പാർട്ടി ഒരു നീക്കം നടത്തുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPMന്റെ നീക്കം. എന്നാൽ ഇവിടെ CPMനും കോൺഗ്രസിനും BJPക്കും എല്ലാവർക്കും ഓൺലൈൻ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ BJPക്കാണ്. BJP അനുബന്ധ ഓൺലൈൻ ഗ്രൂപ്പുകൾ സജീവമാണ് 24 മണിക്കൂറും. ഓൺലൈൻ ഗ്രൂപ്പുകൾ CPM തുടങ്ങുന്നുവെങ്കിലും പ്രധാന ലക്ഷ്യം പാർട്ടി പരിപാടികളും സർക്കാരിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. നികേഷ് കുമാറും ജോൺ ബ്രിട്ടാസും കൂടെ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ MP ആയിട്ട് പോയ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകനായിട്ടായിരിക്കും തിരിച്ചു വരിക എന്നത് പറയേണ്ടി വരും. ദേശാഭിമാനിക്കും കൈരളി TVക്കും പുറമെ ഡിജിറ്റൽ മേഖലയിലും സജീവ ഇടപെടൽ വേണമെന്ന ആവശ്യം വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ ഉയർന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ വിവിധ പേരുകളിൽ പാർട്ടി അനുകൂല പേജുകളും യൂട്യൂബ് ചാനലുകളും നിലവിലുണ്ടെങ്കിലും അതൊന്നും CPMന്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാണ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാർട്ടിയുടെ നീക്കം. കൂടാതെ മറ്റ് ചാനലുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകളിൽ നിന്നും മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരാനാണ് നീക്കം. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഡിജിറ്റൽ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് പാർട്ടിക്ക് കീഴിലാക്കാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. കൂടാതെ നിലവിൽ ചില ഡിജിറ്റൽ ചാനലുകളുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്. മുൻപ് CPM ഒരു നീക്കം നടത്തിയിരുന്നു. അതായത് നിഷ്പക്ഷമെന്ന് അവകാശപ്പെട്ടിരുന്ന ദി ഫോർത്ത് എന്ന ചാനലുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അവരുമായിട്ടൊന്ന് കൈകോർക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് അവർ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് അവർ പൂട്ടേണ്ട ഒരു വക്കിൽ നിന്ന സമയത്ത് അവർക്ക് ലക്ഷങ്ങൾ മുടക്കി അവർ അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് സാങ്കേതിക സംവിധാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ CPM ഇങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സ്ഥാപന മേധാവികൾ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. അതോടെ ആ ഒരു ബന്ധം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. 2019 ആരംഭിച്ച യൂട്യൂബിൽ നിക്ഷേപം നടത്തി നവീകരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി മുതൽ പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും ഈ യൂട്യൂബ് ചാനൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടി അനുകൂല നിലപാട് കൈക്കൊള്ളുന്നവരെ ഈ ചാനലിലൂടെ ഒരുമിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.